ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. രാധേ രാധേ. എല്ലാ ഗോപി ഗോപന്മാർക്കും കൃഷ്ണഗാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൃഷ്ണൻ്റെ അടുത്തിരുന്നാട്ടോ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ജപമാല എങ്ങനെയാണ് ജപിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിലുണ്ട്, നിങ്ങളെല്ലാവരും പോയി കാണണം. ഇനി അതുകൂടാണ്ട് വേറൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾക്കായിട്ട്. അതായത് വേറൊന്നുമല്ല, ജപമാല ഗുരുവായൂർ അമ്പലത്തിൽ ജപതക സ്റ്റോറിൽ, അവിടെ ഒരു പ്രഭുജി നടത്തുന്ന സ്റ്റോറാണ്. അപ്പോൾ അവിടെ നമുക്ക് കർക്കിടകം പ്രമാണിച്ച് 10 രൂപയേ വരുള്ളൂ ഒരു ജപമാലയ്ക്ക്. എന്തോ 70-80 എത്രയെങ്ങോട്ടാണ് ശരിക്കുള്ള റേറ്റ് വരുന്നത്. പക്ഷേ കർക്കിടകം ആയതുകൊണ്ട് 10 രൂപയ്ക്ക് നമുക്ക് ജപമാല കിട്ടും. അതുകൂടാതെ ജപതക സ്റ്റോറിൽ പോയിട്ട് ജപമാല വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തരുടെ അതവിടെ ചെന്ന് ഈ ജപമാലയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ നമ്പറും കൂടി അവിടെ നോട്ട് ചെയ്യും. അതോടൊപ്പം അതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തിട്ട് ഗുരുവായൂരിൽ നിന്ന് ജപതക സ്റ്റോറിലെ ആൾക്കാർ, അതായത് പ്രഭുജി, നമ്മുടെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോവാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത. അപ്പോൾ ഒരുപാട് പേര് വൃന്ദാവനത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ കർക്കിടകം വരെ ഉള്ളൂ ഈ 10 രൂപയ്ക്ക് ജപമാല കിട്ടുന്നത്. കർക്കിടകം വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഗുരുവായൂർ നിങ്ങൾ ഈ അടുത്തെങ്ങാനും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജപതക സ്റ്റോറിൽ പോയിട്ട് ജപമാല വാങ്ങിക്കുക. അവർ നമ്പർ എടുക്കും. ആ ഫോൺ നമ്പറിൽ 2 പേര് സെലക്ട് ചെയ്തിട്ട് അതിൽ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി, അതായത് ഏതെങ്കിലും ഗോപന്മാരെ സെലക്ട് ചെയ്തിട്ട് വൃന്ദാവനത്തിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഹരേ കൃഷ്ണ. ഇനി വേറൊരു കാര്യം പറയാനാണേ. നമുക്ക് എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ദൈവത്തോട്, അതായത് ഭഗവാനോട് നമ്മൾ വിളിക്കാറുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാനെ കരഞ്ഞ് ചിലപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ഭഗവാനോട് അങ്ങനെ എനിക്കിങ്ങനെ വന്നല്ലോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറില്ലേ? ആ ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത്, എപ്പോഴും ഈ ഒരു സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ദുരന്തം, അതായത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ദൈവമേ എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് നമ്മൾ പറയുന്നത്, ഇല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാനെ വിളിക്കുക. നമ്മുടെ ജീവിതം തന്നെ ഭഗവാനിൽ അർപ്പിക്കുക. നിങ്ങൾ ജീവിതം ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അതായത് ഇപ്പോൾ ഒരു ബസ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കാറ്. ആ കാറിൽ നമ്മൾ ഇരിക്കുന്നതിന് ആ കാറിൻ്റെ സ്റ്റിയറിങ് പിടിക്കുന്നത് ഭഗവാനാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഭഗവാൻ ആ സ്റ്റിയറിങ് ഇട്ട് കൊടുത്തേക്കുക. അതായത് ആ കാറിൻ്റെ മുഴുവൻ കൺട്രോളും ഭഗവാനിലേക്ക് അർപ്പിക്കുക. സ്റ്റിയറിങ് ഭഗവാൻ പിടിക്കുന്നതാണ്, നമ്മളെ എത്തിക്കേണ്ടടുത്ത് ഭഗവാൻ എത്തിക്കും. പല അപകടങ്ങളും വരും, ഇല്ലേ? നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പല അപകടങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പല വീഴ്ചകളും സംഭവിക്കാം, അപകടങ്ങളും ഉണ്ടാകും. പക്ഷെ ഭഗവാനാണ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല, ഉറപ്പ് 100%. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആപത്ത് വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഭഗവാനെ വിളിക്കേണ്ടത്.
എപ്പോഴും നമ്മളെപ്പോഴും ഭഗവാനെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, പ്രായമുള്ള അമ്മൂമ്മമാർ പണ്ടൊക്കെ കോലായിയൊക്കെ ഉണ്ടാവില്ലേ, കോലായിൽ ഇരുന്ന് നാമം ജപിക്കും, നാരായണ 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 നാരായണ. അപ്പോൾ ഈ അവരുടെ പ്രായമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, വേറെ പണിയില്ലേ, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നാരായണ 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 ജപിച്ചുകൊണ്ടിരിക്കാൻ വേറെ പണിയില്ലേ എന്നൊക്കെ പറയുന്നവരുമുണ്ട്. പക്ഷേ ദൈവം എന്തെന്നും ഭഗവാന്റെ മഹത്വം എന്തെന്നും അറിയുന്നവരാണ് ഏറ്റവും കൂടുതൽ ഭഗവാനെ വിളിക്കുന്നത്, ഇല്ലേ? അപ്പം നമ്മളെല്ലാവരും ഭഗവത് ഭക്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്കിടയിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ദൈവമേ എനിക്കങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ വന്നല്ലോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മുക്തി നേടാനാവും. ഭഗവാനെ എത്രത്തോളം നമ്മൾ അകമം അണിഞ്ഞ് നമ്മൾ സ്നേഹിക്കുന്നുവോ, അല്ലെങ്കിൽ ഭഗവത് ഭക്തിയോടുകൂടി ജീവിക്കുന്നുവോ, ആ ഭഗവാൻ നമ്മളെല്ലാവരെയും കാക്കും, ഇല്ലേ? അങ്ങനെയാണ് നമ്മളെല്ലാവരെയും ഭഗവാൻ കാക്കുന്നതായിരിക്കും. ഇനി അടുത്തത്, സ്വന്തം ജീവിതം നമ്മൾ ഭഗവാനെ സമർപ്പിക്കുക. ഒന്നും നോക്കണ്ട, ഭഗവാനെ ഞാൻ എൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കുകയാണ് ഭഗവാനെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഭഗവാനിലേക്ക് എല്ലാം കൊടുത്തു നോക്കി. ഭഗവാൻ എല്ലാ കാര്യങ്ങളും അത് പൂർണ്ണമായും ഭഗവാനിൽ വിശ്വസിച്ചിട്ട് വേണം നമ്മളത് സമർപ്പിക്കാനായിട്ട്. അപ്പോൾ ഭഗവാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പിന്നെ അതുപോലെ തന്നെ സങ്കടം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഭഗവാനെ വിളിക്കേണ്ടത്, സന്തോഷം വരുമ്പോഴും നമ്മൾ ഭഗവാനെ വിളിക്കണം, ഇല്ലേ? സങ്കടം വരുമ്പോൾ എന്ത് സങ്കടം ഉണ്ടായാലും ആദ്യം ഓടി നമ്മൾ ചെല്ലണം എവിടെയാണ്? ഭഗവാന്റെ അടുത്ത്, ഇല്ലേ? അതായത് അല്ലാത്ത നമ്മൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അച്ഛൻ അമ്മ, അതിലുപരി നമുക്ക് ഒട്ടും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും പറയാൻ പറ്റില്ല. വിഷമമുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് പറയും, ഭഗവാനെ എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് ഇങ്ങനെയുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കതാരും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരില്ലേ. ആ ഒരു സങ്കടം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഭഗവാനെ വിളിക്കേണ്ടത്, സന്തോഷം വരുമ്പോഴും ഭഗവാന്റെ അടുത്ത് പറയുക. സങ്കടം മാത്രം പങ്കുവെക്കാനുള്ള ഒരാളല്ല ഭഗവാനെ ഓർക്കുക, സന്തോഷവും കൂടി ഭഗവാന്റെ അടുത്ത് പങ്കുവെക്കുക. അപ്പോൾ ഭഗവാൻ ഒന്നും കൂടി സന്തോഷമാകുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സംസാരിക്കുക ഭഗവാന്റെ അടുത്ത്. ഞാൻ സംസാരിക്കാറുണ്ട് കേട്ടോ. ഭഗവാന്റെ അടുത്ത് ആകമാനീയ സ്നേഹമുള്ളവർ, ഭക്തിയുള്ളവർ, എല്ലാ ഗോപന്മാരും ഭഗവാന്റെ അടുത്ത് സംസാരിക്കുക. അത് ഭഗവാന്റെ ഒരു രൂപം വേണമെന്നില്ല കേട്ടോ. നമ്മുടെ മനസ്സിനോട് സംസാരിക്കുന്നത് ഭഗവാനാണ് കേൾക്കുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുന്നത്, ആത്മാവിൻ്റെ ഉള്ളിൽ പരമാത്മാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം സംസാരിക്കുമ്പോൾ പോലും നമ്മളോടാണ് സംസാരിക്കുന്നതെങ്കിലും അത് ഭഗവാനാണ് കേൾക്കുന്നത്. അപ്പോൾ ഭഗവാനോട് സംസാരിക്കുക, ഭഗവാനോട് കാര്യങ്ങൾ പറയുക. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഭഗവാനോട് ഷെയർ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് സങ്കടമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലും നല്ലത് നന്മ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കണം. ഇപ്പം മോളുടെ കല്യാണം, അല്ലെങ്കിൽ മകൻ്റെ പഠിപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ മോളുടെ കല്യാണം നടക്കണം, ഇത്രയും നാളുമായിട്ട് മോൾക്ക് കല്യാണ ആലോചന വരുന്നുണ്ട്, പക്ഷെ ഒരു കാര്യവും ശരിയാവുന്നില്ല. ജാതകം കൊണ്ടോ അല്ലാതെയോ പണം ഇല്ലാണ്ട് വരെയോ അങ്ങനെ എന്തെങ്കിലും വിവാഹമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തടസ്സം വരികയാണ്. അപ്പം നമ്മൾ ഭഗവാനോട് ഷെയർ ചെയ്യാനായിട്ട്, ഭഗവാനെ എനിക്കൊന്നും ശരി, എൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മകൻ്റെ കാര്യങ്ങൾ ഒന്നും ശരിയായിട്ടില്ല ഭഗവാനെ. മനസ്സറിഞ്ഞ് സംസാരിക്കുക, പ്രാർത്ഥിക്കുന്നതിലുപരി സംസാരിക്കുക ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ഉറപ്പായിട്ടും പറയുകയാണ്, ഭഗവാൻ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഭഗവാൻ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. ഇനി അതോടൊപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അമ്പലമാണ്. അമ്പലത്തിന് തുല്യമാണ് ശരീരം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ പഞ്ചഭൂതം ഏതൊക്കെയെന്നറിയാമല്ലോ? ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം. ഇതാണ് പഞ്ചഭൂതങ്ങൾ.
ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് നമ്മുടെ ശരീരം, ഈ ഒരു ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതപ്പെട്ടതാണ്. അപ്പോൾ ആത്മാവ്, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ട് ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ്. ആത്മാവെന്ന് പറയുന്നത് ഇപ്പം ഞാനെന്നത് ആത്മാവാണ്. ശരീരം എന്നത് ഇപ്പം എൻ്റെ പേരുണ്ട്, അപ്പം ആ ഒരു പേര് എന്നെ ഒരാൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ശരീരത്തിന് ഇട്ട പേരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അമ്പിളിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരാണെന്ന് വയ്ക്കാം. അപ്പം ശരീരത്തിനിട്ട പേരാണ് അമ്പിളിന്ന്. പക്ഷെ ആ ശരീരം മരണപ്പെട്ട് കഴിയുമ്പോൾ ശരീരം ദഹിച്ചു പോവും, നമ്മൾ ദഹിപ്പിച്ച് കളയും. അപ്പോൾ ആ അമ്പിളി എന്നുള്ളൊരു പേരും അവിടെ മാഞ്ഞു. പിന്നെ ആത്മാവെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആത്മാവിന് മരണമില്ലെന്നാണ് പറയുന്നത്. മരണമില്ല, തീർച്ചയായിട്ടും മരണമില്ല. ശരീരത്തിന് എന്തെങ്കിലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അതായത് ഈ ആത്മാവിന് ശരീരത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ശരീരത്തിൽ നിന്ന് വെടിഞ്ഞ് ആത്മാവ് പോകുന്നു. അതാണ് മരണമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശരീരം ജഡമായി മാറുകയാണ്, ഇല്ലേ? നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഇപ്പം അമ്പിളി എന്ന് പറഞ്ഞ മരിച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ അമ്പിളീനെ എടുക്കുകയാണോ എന്നല്ലല്ലോ ചോദിക്കുക, ബോഡി എടുക്കുകയാണോ എന്നാണ് ചോദിക്കുക. കാരണം എന്തുകൊണ്ടാണ്? അത് ബോഡിയായി, അതൊരു ജഡമായി. അല്ലാണ്ട് അമ്പിളീനെ എടുക്കുകയാണോ എന്ന് ആരും നമ്മൾ ചോദിക്കില്ല, ഇല്ലേ? നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, ഒരു മരിപ്പ് വീട്ടിൽ പോയി കഴിഞ്ഞ് ആ അമ്പിളി മരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അമ്പിളീനെ എടുക്കുകയാണോ എന്ന് നമ്മൾ ആരും ചോദിക്കില്ല, ജഡം. ബോഡി എടുക്കുകയാണോ എന്ന് ചോദിക്കുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ആ ശരീരത്തിൽ ആത്മാവില്ല, ആത്മാവ് പോയി കഴിഞ്ഞു, ജീവൻ പോയി കഴിഞ്ഞു. അപ്പോൾ അമ്പിളിന്നൊന്നുമില്ല, അതവിടെ കഴിഞ്ഞു, ആത്മാവായി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരം ഒരു തവണയേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ മുജ്ജന്മം, ഈ മനുഷ്യജന്മം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഒരു തവണയേ ഉള്ളൂ. 84 ദശലക്ഷം യോനികളിലൂടെ കടന്നു പോയതിന് ശേഷമാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു മനുഷ്യജന്മം നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, നാവുണ്ട്, ഓടി നടക്കാം, ആരോട് വേണമെങ്കിലും സംസാരിക്കാം, ജോലി ചെയ്യാം, എല്ലാം സാധിക്കുന്നുണ്ട്, കിടന്നുറങ്ങാം, എല്ലാം സാധിക്കുന്നുണ്ട്. അത് മനുഷ്യജന്മത്തിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. മറ്റൊരു ജന്മത്തിലും നമുക്കത് സാധിക്കില്ല. അതായത് മൃഗം, അവർ കിടന്നുറങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ടോ? സംസാരിക്കാൻ കഴിയുമോ? അവരവരുടേതായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഈശ്വരനെ വിളിക്കാൻ കിട്ടുന്ന ഒരു ജന്മം എന്ന് പറയുന്നത് മനുഷ്യജന്മം മാത്രമാണ്. അപ്പം ഈ മനുഷ്യജന്മത്തിൽ ഭഗവാനെ വിളിക്കുക. നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ മുജ്ജന്മ പാപകർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ് ഭൂമിയിൽ പിന്നെയും പിറക്കുന്നത് തന്നെ. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഭഗവാനെ മറന്നു പോവുകയാണ്. എന്നിട്ട് ഈ ഒരു ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ആ ഭൗതിക ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും, ഭൗതിക ലോകത്തുള്ള കർമ്മങ്ങൾ മാത്രമേ നമ്മളെ ബാധിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളിത് ഈശ്വരനെ മറന്നു പോവുകയാണ്. അപ്പം അതാരും മറക്കരുത്. നമ്മൾ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക, ഭഗവത് ഭക്തിയോടുകൂടി ജീവിക്കുക, നാമങ്ങൾ ജപിക്കുക. അപ്പം നമുക്ക് എന്താ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുജ്ജന്മ പാപകർമ്മങ്ങളുടെ ഫലം കുറയുന്നതായിരിക്കും. മനസ്സിലായോ? നമ്മളുടെ മുജ്ജന്മ പാപകർമ്മങ്ങൾ കുറയും. ഇതിപ്പോൾ നമ്മൾ കലിയുഗമാണ്. കലിയുഗത്തിന് മുമ്പ് 3 യുഗങ്ങളുണ്ട്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗം എന്ന് പറയുമ്പോൾ 17,28,000 നീണ്ടു നിൽക്കുന്നുണ്ട് മനുഷ്യജന്മം എന്ന് പറയുന്ന ആ ഒരു യുഗത്തിൽ സത്യസന്ധര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സത്യയുഗത്തിൽ. ഇനി അടുത്തതാണ് ത്രേതായുഗം. ത്രേതായുഗത്തിൽ ആരാളുള്ളത്? നമ്മുടെ രാമൻ ഭഗവാൻ, ശ്രീരാമൻ. ആ യുഗം എത്ര നാൾ നീണ്ടു നിന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 12,96,000 ഇത് നീണ്ടു നിന്നിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ദ്വാപരയുഗത്തിൽ ആരാ? നമ്മുടെ കൃഷ്ണൻ. യുഗത്തിലാണ് രാധാറാണി സമേതനായി നിന്നതും
എന്താ നമ്മൾ ഗോപാലനായിട്ട് വന്നതും കംസനെ കൊന്നത്, അതേപോലെ കുരുക്ഷേത്ര യുദ്ധം, ഇതെല്ലാം പാർത്ഥസാരഥിയായത്, ഇതെല്ലാം എന്താണ് ദ്വാപരയുഗത്തിലാണ്. ഇനി അതുപോലെ കലിയുഗം ഏറ്റവും കുറവാണ് കലിയുഗം. ദ്വാപരയുഗം വരുമ്പോഴത്തേക്കും 8,64,000 അത് മനുഷ്യജന്മം നീണ്ടു നിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ കലിയുഗമാണ്. കലിയുഗം വരുന്നത് 4,32,000, ഏറ്റവും കുറവാണ് മനുഷ്യജന്മം. അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കലിയുഗത്തിലാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ഈ കലിയുഗത്തിൽ ഭഗവാനെ സ്മരിക്കുക, വേറൊന്നും ചെയ്യണ്ടെന്ന് തന്നെയാണ് പറയണത്. വേറൊന്നും നോക്കണ്ട, നമ്മൾ സ്മരിക്കുക, ഭഗവാനെ വിളിക്കുക, അതേപോലെ നാമങ്ങൾ ജപിക്കുക. ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക നാമങ്ങൾ ജപിക്കുക. നാമങ്ങൾ ജപിക്കുന്നതിലൂടെ നമുക്ക് മുക്തി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാമങ്ങളെപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കുക ഭഗവാനെ. ഈ കലിയുഗത്തിൽ ഇനി വരാൻ പോകുന്നത് എന്താണ്? കൽക്കി അവതാരമാണ്. അതായത് ഈ കലിയുഗത്തെ മുഴുവനായി തുടച്ച് നീക്കി തിരിച്ച് സത്യയുഗം കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ് ഭഗവാനെ സ്മരിച്ച് ജീവിക്കുക, എപ്പോഴും നാമം ജപിക്കുക. ഹരേ കൃഷ്ണ, സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. രാധേ രാധേ.